ഓം ശാന്തി 11/7/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ആദ്യമാദ്യം എല്ലാവർക്കും ബാബയുടെ ശരിയായ പരിചയം നൽകി ഗീതയുടെ ഭഗവാനെ തെളിയിക്കൂ. പിന്നീട് നിങ്ങളുടെ പേര് പ്രശസ്തമാകും. ചോദ്യം: നിങ്ങൾ കുട്ടികൾ 4 യുഗങ്ങളിൽ ചക്രം കറങ്ങിയിട്ടുണ്ട്. അതിന്റെ ആചാരങ്ങൾ ഭക്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്? ഉത്തരം: നിങ്ങൾ 4 യുഗങ്ങളിലും ചക്രം കറങ്ങി. അവർ പിന്നീട് ശാസ്ത്രങ്ങളും ചിത്രങ്ങളുമെല്ലാം വാഹനത്തിൽ വെച്ച് 4 ഭാഗത്തും പ്രദക്ഷിണം ചെയ്യുന്നു. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഉറക്കുന്നു. നിങ്ങൾ ബ്രാഹ്മണർ, ദേവത, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ആയി മാറുന്നു. ഈ ചക്രത്തിന് പകരമായാണ് അവർ പ്രദക്ഷിണം തുടങ്ങിയത്. ഇതും ആചാരമാണ്. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. എപ്പോഴാണോ ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുന്നത്, അപ്പോൾ ആദ്യം ഇത് ക്ലിയറാക്കി കൊടുക്കൂ. അച്ഛൻ ഒന്നാണ്. ചോദിക്കേണ്ട ആവശ്യമില്ല അച്ഛൻ ഒന്നാകുമോ അതോ ഒരുപാടുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരുപാടുണ്ടെന്ന് പറയുകയും വേണം. അച്ഛനാകുന്ന രചയിതാവ് ഗോഡ് ഫാദർ ഒന്നാണ്. ബാബ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. ആദ്യം ഇങ്ങനെയും പറയാൻ പാടില്ല, ബാബ ബിന്ദുവാണ്. ഇതിൽ പിന്നീട് സംശയിക്കും. ആദ്യം ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കൂ. 2 അച്ഛന്മാരുണ്ട്, ലൗകികവും പാരലൗകികവും. ലൗകികമാണെങ്കിൽ ഓരോരുത്തർക്കുമുണ്ട്. പാരലൗകികത്തെ ചിലർ ഈശ്വരനെന്നും ചിലർ ഗോഡ് എന്നും പറയുന്നു. ഉള്ളത് ഒന്ന് തന്നെയാണ്. എല്ലാവരും ഒന്നിനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ആദ്യം ഇത് ഉറച്ച നിശ്ചയം ചെയ്യിപ്പിക്കൂ. അച്ഛനാണ് സ്വർഗത്തിന്റെ രചന ചെയ്യുന്നയാൾ. അച്ഛൻ ഇവിടെ വരുന്നത് സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റാനാണ്. അതിനെ ശിവജയന്തി എന്നും പറയുന്നു. ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം. സ്വർഗത്തിന്റെ രചയിതാവ് ഭാരതത്തിൽ തന്നെയാണ് സ്വർഗം രചിക്കുന്നത്. എവിടെയാണോ ദേവീ ദേവതകളുടെ തന്നെ രാജ്യം ഉണ്ടായിരിക്കുക. അതിനാൽ ആദ്യം ബാബയുടെ തന്നെ പരിചയം നൽകണം. ബാബയുടെ പേരാണ് ശിവൻ. ഗീതയിൽ ഭഗവാനു വാച എന്നുണ്ടല്ലോ. ആദ്യം ഇത് നിശ്ചയിപ്പിച്ച് എഴുതിപ്പിക്കണം. ഗീതയിലുണ്ട് ഭഗവാന്റെ വാക്കുകളാണ്. ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുകയാണ്. അർത്ഥം നരനിൽ നിന്നും നാരായണനാക്കി മാറ്റുന്നു. ഇതാർക്കാണ് ആക്കി മാറ്റാൻ സാധിക്കുന്നത്? തീർച്ചയായും മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. ഭഗവാൻ ആരാണ്? പിന്നീട് ഇതും മനസ്സിലാക്കി കൊടുക്കണം. സത്യയുഗത്തിൽ ആദ്യ നമ്പറിൽ ഏത് ലക്ഷ്മി നാരായണനാണുള്ളത്? തീർച്ചയായും അവർ തന്നെയായിരിക്കും 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കുക. പിറകിൽ പിന്നീട് ബാക്കി എല്ലാ ധർമ്മത്തിലുള്ളവരും വരും. അവരുടേത് ഇത്രയും ജന്മങ്ങൾ ഉണ്ടായിരിക്കാൻ സാധിക്കില്ല. ആദ്യം വരുന്നവരുടെ തന്നെയാണ് 84 ജന്മങ്ങൾ ഉണ്ടാവുന്നത്. സത്യയുഗത്തിലാണെങ്കിൽ ഒന്നും പഠിക്കുന്നില്ല. തീർച്ചയായും സംഗമത്തിൽ തന്നെയായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക. അതിനാൽ ആദ്യം ബാബയുടെ പരിചയം നൽകണം. ഏതുപോലെയാണോ ആത്മാവിനെ കാണാൻ സാധിക്കാത്തത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതുപോലെ പരമാത്മാവിനെയും കാണാൻ സാധിക്കില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ബാബ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. ബാബയെ പരമാത്മാവെന്ന് പറയുന്നു. ബാബ സദാ പാവനമാണ്. ബാബയ്ക്ക് വന്ന് പതിത ലോകത്തെ പാവനമാക്കി മാറ്റണം. അതിനാൽ ആദ്യം ബാബ ഒന്നാണ്. ഇത് തെളിയിച്ച് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഗീതയിലെ ഭഗവാൻ കൃഷ്ണനല്ല, അതുപോലും തെളിയിക്കപ്പെടും. നിങ്ങൾ കുട്ടികൾക്ക് തെളിയിച്ച് പറഞ്ഞു കൊടുക്കണം.
ഒരു ബാബയെ തന്നെയാണ് സത്യമെന്ന് പറയുന്നത്. ബാക്കി കർമ്മകാണ്ഡത്തിന്റെയും തീർത്ഥം മുതലായ കാര്യങ്ങളെല്ലാം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളിലാണ് ഉള്ളത്. ജ്ഞാനത്തിലാണെങ്കിൽ ഇതിന്റെ ഒരു വർണ്ണനയുമില്ല. ഇവിടെ ഒരു ശാസ്ത്രങ്ങളുമില്ല. ബാബ വന്ന് മുഴുവൻ രഹസ്യവും മനസ്സിലാക്കി തരുന്നു. ആദ്യമാദ്യം നിങ്ങൾ കുട്ടികൾ ഈ കാര്യത്തിൽ വിജയം പ്രാപ്തമാക്കും. ഭഗവാൻ ഒരു നിരാകാരനാണ്, അല്ലാതെ സാകാരനല്ല. പരംപിത പരമാത്മാ ശിവ ഭഗവാനു വാച, ജ്ഞാനത്തിന്റെ സാഗരനും എല്ലാവരുടെയും പിതാവ് ആ ബാബയാണ്. ഇന്നത്തെ കാലത്ത് ശാസ്ത്രങ്ങൾ മുതലായവ വെച്ച് വണ്ടിയിൽ ചുറ്റിക്കറക്കുന്നു. ചിത്രങ്ങളെയും ഗ്രന്ഥങ്ങളെ പോലും ചുറ്റിക്കറക്കുന്നു. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഉറക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ദേവതയിൽ നിന്ന് ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ആയി മാറുകയാണ്. ഈ ചക്രമാണ് കറങ്ങുന്നത്. ചക്രത്തിന് പകരം പിന്നീട് പ്രദക്ഷിണം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അവർക്കൊരു പ്രത്യേക ദിവസമുണ്ടായിരിക്കും, അപ്പോഴാണ് ചുറ്റിക്കറക്കുന്നത്. അതിനാൽ ആദ്യമാദ്യം ഇത് തെളിയിച്ച് പറഞ്ഞുകൊടുക്കണം. ശ്രീകൃഷ്ണനാകുന്ന ഭഗവാന്റെ വാക്കുകളല്ല, ശിവ ഭഗവാന്റെ വാക്കുകളാണ്. ശിവൻ തന്നെയാണ് പുനർജന്മരഹിതൻ. ശിവൻ തീർച്ചയായും വരുന്നുണ്ട്. എന്നാൽ അത് ദിവ്യമായ ജന്മമാണ്. ഭാഗീരഥൻ വന്ന് സവാരി ചെയ്യുന്നു, പതിതരെ പാവനമാക്കി മാറ്റുന്നു. രചയിതാവിന്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. ഏത് ജ്ഞാനമാണോ മറ്റാർക്കും അറിയാത്തത്, ബാബ സ്വയം തന്നെ വന്ന് തന്റെ പരിചയം നൽകണം. മുഖ്യ കാര്യം തന്നെ ബാബയുടെ പരിചയത്തിന്റെ ആണ്. ബാബ തന്നെയാണ് ഗീതയുടെ ഭഗവാൻ. ഇത് നിങ്ങൾ തെളിയിച്ചു പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേര് വളരെയധികം പ്രസിദ്ധമാകും. അതിനാൽ ഇങ്ങനെയുള്ള നോട്ടീസുകൾ ഉണ്ടാക്കി അതിൽ ചിത്രങ്ങൾ മുതലായവ വെച്ച് പിന്നീട് വിമാനത്തിലൂടെ താഴേക്ക് വീഴ്ത്തണം. ബാബ മുഖ്യ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടേത് മുഖ്യമായും ഒരു കാര്യത്തിൽ വിജയമുണ്ടായി എങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഇതിലൂടെ നിങ്ങളുടെ പേര് വളരെയധികം പ്രസിദ്ധമാകും. ഇതിലാരും എതിർപ്പ് നൽകില്ല. ഇത് വളരെ ക്ലിയറായ കാര്യമാണ്. ബാബ പറയുന്നു, എനിക്കെങ്ങനെ സർവവ്യാപിയായി മാറാൻ സാധിക്കും? ഞാൻ വന്ന് കുട്ടികൾക്ക് ജ്ഞാനം കേൾപ്പിക്കുന്നു, വിളിക്കുന്നു പോലുമുണ്ട്. വന്ന് പാവനമാക്കി മാറ്റൂ. രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം കേൾപ്പിക്കൂ. മഹിമയും ബാബയുടെ വേറെ, കൃഷ്ണന്റെ വേറെയാണ്. ഇങ്ങനെയല്ല, ശിവബാബ വന്ന് പിന്നീട് കൃഷ്ണൻ അഥവാ നാരായണനായി മാറുകയാണ്. 84 ജന്മങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇല്ല, നിങ്ങളുടെ ബുദ്ധി മുഴുവൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ മുഴുകിയിരിക്കണം. മുഖ്യമായത് തന്നെ ഗീതയാണ്, ഭഗവാന്റെ വാക്കുകളാണ്. അപ്പോൾ തീർച്ചയായും ഭഗവാന് മുഖം വേണമല്ലോ. ഭഗവാനാണെങ്കിൽ നിരാകാരനാണ്. ആത്മാവ് മുഖമില്ലാതെ എങ്ങനെ പറയും? അപ്പോഴാണ് പറയുന്നത്, ഞാൻ സാധാരണ ശരീരത്തിന്റെ ആധാരം എടുക്കുന്നു. കൃഷ്ണന്റെ ഒരുപാട് ജന്മങ്ങളുടെ അവസാനം വരുന്നു. ഇങ്ങനെ വിചാരസാഗര മന്ഥനം ചെയ്യൂ. ആർക്കെങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം? ഒരു കാര്യത്തിൽ തന്നെ നിങ്ങളുടെ പേര് പ്രശസ്തമാകും. രചയിതാവാകുന്ന ബാബയെക്കുറിച്ച് എല്ലാവരും അറിയും. പിന്നീട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പേർ വരും. നിങ്ങളെ വിളിക്കും, ഇവിടെ വന്ന് പ്രഭാഷണം ചെയ്യൂ. അതിനാൽ ആദ്യമാദ്യം അല്ലാഹുവിനെ തെളിയിച്ച് മനസ്സിലാക്കി കൊടുക്കൂ. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബയിൽ നിന്ന് നമ്മൾ സ്വർഗത്തിന്റെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ ഓരോ 5000 വർഷത്തിന് ശേഷം ഭാരതത്തിൽ തന്നെയാണ് ഭാഗ്യശാലി രഥത്തിൽ വരുന്നത്. ബ്രഹ്മബാബയാണ് സൗഭാഗ്യശാലി. ഏത് രഥത്തിലാണോ ഭഗവാൻ വന്ന് ഇരിക്കുന്നത്? ചെറിയ കാര്യമാണോ? ഭഗവാൻ ഇതിലിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ഞാൻ ഒരുപാട് ജന്മങ്ങളുടെ അവസാനം
ഇതിൽ പ്രവേശിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ആത്മാവിന്റെ രഥമല്ലേ? ബ്രഹ്മബാബ സ്വയം കൃഷ്ണനൊന്നുമല്ല, ഒരുപാട് ജന്മങ്ങളുടെ അവസാനമാണ്. ഓരോ ജന്മത്തിലും സ്വഭാവം, കർത്തവ്യം മുതലായവ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ജന്മങ്ങളുടെ അവസാനം ആരിലാണോ പ്രവേശിക്കുന്നത് അവർ പിന്നീട് കൃഷ്ണനായി മാറുന്നു. വരുന്നത് സംഗമയുഗത്തിലാണ്. നമ്മളും ബാബയുടേതായി മാറി ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നു. ബാബ പഠിപ്പിച്ച് കൂടെ കൊണ്ടുപോകുന്നു. വേറൊരു ബുദ്ധിമുട്ടിന്റെയും കാര്യമില്ല. ബാബ വെറും ഇത്രയേ പറയുന്നുള്ളൂ, എന്നെ ഓർമ്മിക്കൂ. അതിനാൽ ഇത് നല്ല രീതിയിൽ ചിന്തിക്കണം. എങ്ങനെ എഴുതാം? ഇതുതന്നെയാണ് മുഖ്യ തെറ്റ്. ഈ കാരണം കൊണ്ടാണ് ഭാരതം ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരും അപവിത്രവുമായി മാറിയത്. ബാബ പിന്നീട് വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. ഭാരതത്തെ സാത്വികവും സമ്പന്നവുമാക്കി മാറ്റുന്നു. മുഴുവൻ ലോകത്തെ സാത്വികമാക്കി മാറ്റുന്നു. ആ സമയം മുഴുവൻ വിശ്വത്തിന്റെയും അധികാരി നിങ്ങൾ തന്നെയാണ്. പറയാറില്ലേ, ദീർഘായുസ്സും അഭിവൃദ്ധിയും നേരുന്നു എന്ന്. ബാബ സദാ ദീർഘായുസ്സുണ്ടാവട്ടെ എന്ന ആശീർവാദം നൽകുന്നില്ല. ഈ സന്യാസിമാർ പറയുകയാണ്, അമരന്മാരായിരിക്കൂ. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, അമരന്മാർ തീർച്ചയായും അമരപുരിയിലായിരിക്കും. മൃത്യു ലോകത്തിൽ പിന്നീട് എങ്ങനെ അമരന്മാരെന്ന് പറയും? കുട്ടികൾ മീറ്റിംഗ് മുതലായവ വയ്ക്കുമ്പോൾ ബാബയോട് നിർദ്ദേശം ചോദിക്കുന്നു. ബാബ മുൻകൂട്ടി നിർദ്ദേശം നൽകുന്നു. എല്ലാവരും അവരവരുടെ നിർദ്ദേശം എഴുതിയറിയിക്കൂ. ഒന്നിച്ചുമാവാം. നിർദ്ദേശം മുരളിയിൽ എഴുതുന്നതിലൂടെ എല്ലാവരുടെ അടുത്തേക്കും എത്തിച്ചേരാൻ സാധിക്കും. 2000-ഉം 3000-ഉം ചിലവ് ചുരുങ്ങും. ഈ 2000 കൊണ്ടോ 3000 കൊണ്ടോ 2-3 സെന്റർ തുറക്കാൻ സാധിക്കും. ഗ്രാമങ്ങളിലേക്ക് ചിത്രങ്ങളെല്ലാം എടുത്തു പോകണം. നിങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ താൽപര്യം സൂക്ഷ്മവതനത്തിന്റെ കാര്യത്തിലുണ്ടാവാൻ പാടില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്റെ എല്ലാം ചിത്രങ്ങളുണ്ടെങ്കിൽ ഇതിൽ അല്പം മനസ്സിലാക്കി കൊടുക്കാം. ഇവരുടേത് ഇടയ്ക്ക് കുറച്ച് പാർട്ടുണ്ട്. നിങ്ങൾ പോകുന്നുണ്ട്, കണ്ടുമുട്ടുന്നുണ്ട്, ബാക്കി വേറെ ഒന്നും തന്നെ ഇല്ല. അതിനാൽ ഇതിൽ കൂടുതൽ താൽപര്യം കാണിക്കേണ്ടതില്ല. ഇവിടെ ആത്മാവിനെയാണ് വിളിക്കുന്നത്, അവരെ കാണിക്കുന്നു. ചിലർ വന്ന് കരയുന്നു, ചിലർ സ്നേഹത്തോടുകൂടി കാണുന്നു, ചിലർ ദുഃഖത്തിന്റെ കണ്ണുനീർ പൊഴിക്കുന്നു. ഇതെല്ലാം ഡ്രാമയിലെ പാർട്ടാണ്. ഇതിനെ ആശയവിനിമയമെന്ന് പറയാം. അവർ ബ്രാഹ്മണനിൽ ആരുടെയെങ്കിലും ആത്മാവിനെ വിളിക്കുന്നു. പിന്നീട് അവർക്ക് വസ്ത്രങ്ങളെല്ലാം അണിയിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ശരീരമില്ലാതെയായി, ബാക്കി ധരിക്കുന്നത് ആരാണ്? നിങ്ങളുടെ അടുത്ത് ആ ആചാരമില്ല. കരയുന്നതിന്റെ ഒന്നും കാര്യമേ ഇല്ല. അതിനാൽ ഉയർന്നതിലും ഉയർന്നതായി മാറണം. അതെങ്ങനെ മാറാം? തീർച്ചയായും ഇടയിൽ സംഗമയുഗമുണ്ട്. അപ്പോൾ പവിത്രമായി മാറുന്നു. നിങ്ങൾ ഒരു കാര്യം തെളിയിക്കുകയാണെങ്കിൽ പറയും, ഇവർ വളരെ ശരിയാണ് പറയുന്നത്. ഭഗവാൻ എപ്പോഴെങ്കിലും അസത്യം പറയാൻ സാധിക്കുമോ? പിന്നീട് പലരും ഇഷ്ടപ്പെടും, ഒരുപാട് പേര് വരും. സമയമനുസരിച്ച് കുട്ടികൾക്ക് എല്ലാ പോയിന്റുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം എന്തെല്ലാം സംഭവിക്കണം അതും കാണും. യുദ്ധമുണ്ടാകും, ബോംബുകൾ വീഴും. ആദ്യം മരണം വിദേശത്താണ്. ഇവിടെയാണെങ്കിൽ രക്തത്തിന്റെ നദികൾ ഒഴുകണം. പിന്നീടാണ് നെയ്യുടെയും പാലിന്റെയും നദി. ആദ്യമാദ്യം പുക വിദേശത്തു നിന്ന് വരും. പേടിയും അവിടെയാണ്. എത്ര വലിയ വലിയ ബോംബുകളാണ് ഉണ്ടാക്കുന്നത്. എന്തെല്ലാമാണ് അതിലിടുന്നത്. അത് തീർത്തും പട്ടണങ്ങളെ ഇല്ലാതാക്കുന്നു. ഇതും പറയണം, ആരാണ് സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം സ്ഥാപിച്ചത്? സ്വർഗസ്ഥനായ പിതാവ് തീർച്ചയായും സംഗമത്തിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്കറിയാം,
ഇപ്പോൾ സംഗമമാണ്. നിങ്ങൾക്ക് മുഖ്യ കാര്യം മനസ്സിലാക്കി തരികയാണ് ബാബയുടെ ഓർമ്മയുടെ. അതിലൂടെ മാത്രമാണ് പാപങ്ങൾ ഇല്ലാതാകുന്നത്. ഭഗവാൻ എപ്പോഴാണോ വന്നിരുന്നത് അപ്പോൾ പറഞ്ഞിരുന്നു, എന്നെ ഓർമ്മിക്കൂ. എന്നാൽ നിങ്ങൾ സതോ പ്രധാനമായി മാറും, മുക്തിധാമത്തിലേക്ക് പോകും. പിന്നീട് ആദ്യം മുതൽ ചക്രം ആവർത്തിക്കപ്പെടും. പവിത്രധർമ്മം, ഇസ്ലാം ധർമ്മം, ബുദ്ധധർമ്മം. നിങ്ങൾ വിദ്യാർത്ഥികളുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കണമല്ലോ. സന്തോഷമുണ്ടാകുന്നു. നമ്മൾ എത്രയാണ് സമ്പാദിക്കുന്നത്? ഈ അമരകഥ അമരനായ ബാബയാണ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പേരുകൾ വെച്ചിട്ടുണ്ട്. മുഖ്യമായത് ആദ്യമാദ്യം പവിത്രമായ ധർമ്മം. പിന്നീട് എല്ലാവരുടെയും അഭിവൃദ്ധി ഉണ്ടായി വൃക്ഷം വലുതായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാടധികം ധർമ്മങ്ങൾ ഒരുപാട് മതങ്ങളാകുന്നു. ഈ ഒരു ധർമ്മം ഒരു ശ്രീമത്തിലൂടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്. രണ്ടാമത്തതിന്റെ കാര്യമില്ല. ഈ ആത്മീയ ജ്ഞാനം ആത്മീയ അച്ഛനാണിരുന്ന് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് സന്തോഷത്തിലും ഇരിക്കണം. നിങ്ങൾക്കറിയാം, ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അനുഭവം കൊണ്ട് പറയുന്നു. അതിനാൽ ഈ ശുദ്ധ അഹങ്കാരമുണ്ടായിരിക്കണം. ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വേറെന്താണ് വേണ്ടത്? എപ്പോൾ നമ്മൾ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നോ അപ്പോൾ എന്തുകൊണ്ട് സന്തോഷം ഉണ്ടായിരിക്കുന്നില്ല? അല്ലെങ്കിൽ നിശ്ചയത്തിൽ എവിടെയോ സംശയമുണ്ട്. ബാബയിൽ സംശയിക്കരുത്. മായ സംശയത്തിൽ കൊണ്ടുവന്ന് മറപ്പിക്കും. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മായ കണ്ണുകളിലൂടെ ഒരുപാട് ചതിക്കും. നല്ല വസ്തു കണ്ടാൽ പിന്നെ ഹൃദയം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും കഴിക്കണം എന്ന്. കണ്ണുകളിലൂടെ കാണുമ്പോൾ ക്രോധം വരുന്നു, അടിക്കുന്നതിന് വേണ്ടി. കാണുന്നതേയില്ല എങ്കിൽ എങ്ങനെ അടിക്കും? കണ്ണുകളിലൂടെ കാണുമ്പോഴാണ് ലോഭവും മോഹവും ഉണ്ടാകുന്നത്. മുഖ്യമായും ചതിക്കുന്നത് കണ്ണുകളാണ്. ഇതിൽ പൂർണ്ണ ശ്രദ്ധ വെക്കണം. ആത്മാവിന് ജ്ഞാനം ലഭിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ക്രിമിനൽ ചിന്ത ഇല്ലാതാവുകയാണ്. കണ്ണുകളെ എടുത്തുകളയണം എന്നല്ല. നിങ്ങൾ ക്രിമിനലായ കണ്ണുകളെ സിവിൽ ദൃഷ്ടിയാക്കി മാറ്റണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചുകിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. സദാ ഈ ലഹരിയിൽ അഥവാ സന്തോഷത്തിലിരിക്കണം. നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഒരു കാര്യത്തിലും സംശയബുദ്ധികളായി മാറരുത്. ശുദ്ധമായ അഹങ്കാരം ഉണ്ടാകണം. സൂക്ഷ്മവതനത്തിന്റെ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യം വെക്കരുത്. 2. ആത്മാവിനെ സതോപ്രധാനമാക്കി മാറ്റാനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. പരസ്പരം നിർദ്ദേശമെടുത്ത് എല്ലാവർക്കും ബാബയുടെ ശരിയായ പരിചയം നൽകണം. വരദാനം: പാസ് വിത്ത് ഓണർ ആകുന്നതിന് വേണ്ടി ഗതി തീവ്രവും ബ്രേക്ക് ശക്തിശാലിയുമാക്കി വെക്കുന്ന യഥാർത്ഥ യോഗിയായി ഭവിക്കട്ടെ. വർത്തമാന സമയമനുസരിച്ച് പുരുഷാർത്ഥത്തിന്റെ ഗതി തീവ്രവും ബ്രേക്ക് ശക്തിശാലിയുമാകണം. അപ്പോൾ അന്തിമത്തിൽ പാസ് വിത്ത് ഓണർ ആകാൻ കഴിയും. എന്തെന്നാൽ ആ സമയത്തെ പരിതസ്ഥിതികൾ ബുദ്ധിയിൽ അനേക സങ്കല്പങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ആ സമയത്ത് എല്ലാ സങ്കല്പങ്ങൾക്കും ഉപരി ഒരു സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുന്നതിനുള്ള അഭ്യാസം വേണം. ഏത് സമയത്താണോ വിസ്താരത്തിൽ അലയുന്ന ബുദ്ധി, ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യുവാനുള്ള അഭ്യാസം വേണം. സ്റ്റോപ്പ് ചെയ്യുക, ആകുക. എത്ര സമയം വേണമോ അത്രയും സമയം ബുദ്ധിയെ ഒരു സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യിപ്പിച്ചോളൂ. ഇതാണ് യഥാർത്ഥ യോഗം. സ്ലോഗൻ:
താങ്കൾ അനുസരണയുള്ള സേവകനാണ്. അതിനാൽ അലസരാകാൻ കഴിയുകയില്ല. സേവകൻ അർത്ഥം സദാ സേവനത്തിനായി ഉപസ്ഥിതം. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ഇഞ്ചക്ഷനിലൂടെ രക്തത്തിൽ ശക്തി നിറയ്ക്കുന്നത് പോലെ ഇങ്ങനെ താങ്കളുടെ ശ്രേഷ്ഠ സങ്കല്പം ഇഞ്ചക്ഷന്റെ ജോലി ചെയ്യും. സങ്കല്പത്തിലൂടെ സങ്കല്പത്തിൽ ശക്തി വരട്ടെ. ഇപ്പോൾ ഈ സേവനം വളരെ ആവശ്യമാണ്. സ്വയത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ശുഭവും ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെയും ശക്തിയും നിർഭയതയുടെ ശക്തിയും ശേഖരിക്കൂ. അപ്പോഴേ അന്തിമ മംഗളവും പരിധിയില്ലാത്തതുമായ കാര്യത്തിൽ സഹയോഗിയായി പരിധിയില്ലാത്ത വിശ്വത്തിന്റെ രാജ്യാധികാരിയാകാൻ കഴിയൂ. ഓം ശാന്തി.